ഹായ്. അപ്പൊ ഇത് കണ്ടോ, ഇത് പൊളിയും പയറില്ലേ, നമ്മുടെ ചുവന്ന കളറുള്ള പയറ്, നാടൻ പയറെന്നൊക്കെ പറയും. ഞാനിത് വാങ്ങാറില്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ കടയിൽ ചെന്ന് ചോദിക്കുമ്പോഴേ 150 രൂപയാണ് കിലോയ്ക്ക് അവർ പറയുന്നത്. ഞാൻ വാങ്ങാതെ പോരും. 150 രൂപ കൊടുത്തിട്ട് ഇത് പൊളിച്ചെടുക്കുമ്പം പകുതി പോലും കാണത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനത് വാങ്ങാതെ പോരും. 150 രൂപ കൊടുത്ത് വാങ്ങുന്നത് നഷ്ടമല്ലേ. നാടനാണെങ്കിലും നമ്മൾ പൊളിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേർക്ക് കൂട്ടാനില്ലെങ്കിൽ മോശമല്ലേ. 150 രൂപ കൊടുത്ത് മേടിക്കുന്ന നഷ്ടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എന്തേ പൊളിയും പയർ കിട്ടി കേട്ടോ. ഇതിന് എത്ര രൂപയാണെന്നറിയാമോ? ലുലു മാളില് 89 രൂപയുള്ളൂ കേട്ടോ. ഈ സെയിം പയറാണ് 150 രൂപയ്ക്ക് നമ്മുടെ ചില്ലറ വ്യാപാര കടകളിൽ വിൽക്കുന്നത്. നാടൻ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്, നാടൻ പയറായിരിക്കും. എന്നാലും ഞാനിത് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചു. ഇതിപ്പം നമുക്ക് ആവശ്യത്തിന് വലിയ 1/2 കിലോ കാണും. 1/2 കിലോ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, വില എഴുതിയിട്ടുണ്ട്. ഇതാ, ഇത് 1/2 കിലോ ഉള്ളൂ. 456 ഗ്രാമേ ഉള്ളൂ കേട്ടോ. 45 രൂപയുള്ളൂ. 45 രൂപയ്ക്ക് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇത് 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. ഒരു നേരം കഴിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ, അധികം ഒന്നും ഉണ്ടാവൂല. ഡിമാർട്ടിൽ ഞാൻ പോകുമ്പോൾ ഈ പയർ കാണാറില്ല. നാടൻ പയറൊന്നും പറഞ്ഞാലാണ് ചില്ലറ കടകളിൽ ഇത് വിൽക്കുന്നത്. ചില്ലറ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കടകളിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും നാടൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകൾ. ഇന്ന് ഇതാണ് കേട്ടോ, പയർ തോരൻ വെക്കാൻ പോവാണ്. പൊളിക്കുന്ന പയറ് ഭയങ്കര ഇഷ്ടമാണ്. കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പൊളിച്ച് പയറിൻ്റെ ഉള്ളിൽ മാത്രം ഇഞ്ചി കണ്ടങ്ങളിലൊക്കെ സൈഡിൽ ഇങ്ങനെ ഇഞ്ചി വളരുന്ന കൂടെ തന്നെ പയറും കൊമ്പൻമുളകൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ പച്ചമുളക്, അതായത് കൊമ്പൻമുളക് എന്ന് പറയുന്നത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളകും ഒരു മൂലയില് കാന്താരിമുളക്, ഒരു മൂലയില് പയറ്, അങ്ങനെ നട്ടിട്ടാണ് പണ്ടത്തെ കാലത്തൊക്കെ കൃഷി ചെയ്യുന്നത്. പയറും കൊമ്പൻമുളകും ഒക്കെ ആ ഇഞ്ചി വളരുന്ന കൂടെ തന്നെ അപ്പോൾ വളർന്നോളുകയും ചെയ്യും. ഇഞ്ചി പറിക്കാറാകുമ്പോഴത്തേനും എന്തായാലും നമുക്ക് കുറേ പച്ചക്കറികൾ കിട്ടും. അപ്പം അങ്ങനെ സൈഡിൽ നട്ടുകൊണ്ടിരുന്ന ടൈപ്പ് പയറാണ് കേട്ടോ ഇത്. പച്ച കളറുള്ള പയറും ഉണ്ട്, ഈ ടൈപ്പ് പയറും അന്ന് നടുവായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് ആൾക്കാർ ഇത് പൊളിച്ച് കറി വെക്കുന്നതാണ്. പിന്നെ ഇത് പൊളിക്കലൊരു പണിയാണ്, എന്നാലും സാരമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിന്ന് പയർ തോരൻ വെക്കാം കേട്ടോ. അപ്പൊ എനിക്ക് ഇതിന്റെ വില വ്യത്യാസം കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തിടാന്ന് തോന്നി, അങ്ങനെ എടുത്താണ് കേട്ടോ വീഡിയോ. അല്ലാണ്ട് ആരെയും കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. ഇവിടെ നാടൻ പയറായിരിക്കും, ചിലപ്പം തൊട്ടടുത്ത ആൾക്കാർ കൊണ്ടു കൊടുക്കുന്ന പയറുകളായിരിക്കും കൊണ്ടു വെക്കുന്നത്, എനിക്കറിയത്തില്ല, നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ലുലുമാളിൽ ചെന്നപ്പോൾ അതിന്റെ പകുതി വിലയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 രൂപ എന്ന് പറയുന്നതും 89 രൂപ 90 രൂപ എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത്രേ ഉള്ളൂ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ഇനി ഇതൊന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ. കുറച്ച് സമയം എടുക്കും, എന്നാലും കഴിക്കുമ്പോൾ നമുക്ക് ആ സമയം പോയതിന്റെ വിഷമമൊക്കെ മാറും. നല്ല ടേസ്റ്റാ. നല്ല മൂത്ത പയറാണ് പൊളിക്കാൻ നല്ല എളുപ്പമുണ്ട്. അപ്പൊ ദേ നമ്മുടെ പയറൊക്കെ പൊടിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ പയർ പൊടിച്ചിട്ട് ഇതൊരു 1/4 കിലോ കാണും കേട്ടോ. അപ്പോ ദേ ഇത്രയും പൊളിച്ച് കളയാനുള്ള സാധനം 150 രൂപയ്ക്ക് മേടിച്ചാൽ മുതലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങാതെ പോകുന്നത്. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. രണ്ട് 3 അല്ലി വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ടേ. അത്രയും മതി, ഒരുപാട് തേങ്ങ വേണം. കുറച്ചധികം തേങ്ങ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇടാം. വിനുവിന് തേങ്ങ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ദിവസം കെയിൽ വെച്ചപ്പോൾ കെയിലിൽ നിറച്ച് തേങ്ങ ഇട്ടേക്കുമെന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. തേങ്ങ ഇടാതെ വെക്കുന്നതാണ് വലിയ ഇഷ്ടം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഒലിവ്
ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരുന്നേ. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ, പച്ചമുളക്, ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ് കേട്ടോ. ആ മഞ്ഞൾപ്പൊടി അതേപോലെ തേങ്ങയിലൊന്ന് പിടിക്കട്ടെ. എണ്ണയ്ക്ക് അതോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വഴണ്ടി വരും കേട്ടോ. പയറിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കും. മിനു മെഴുക്കുവരട്ടിയുടെ ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൽ തേങ്ങ കുറച്ചിടുന്നത്. മെഴുക്കുവരട്ടിയാണ് കൂടുതൽ ഇഷ്ടം. തോടില്ലാത്തതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം ഇതൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തോട് പൊളിച്ചിട്ടാണല്ലോ വെക്കുന്നത്. നനഞ്ഞ കറിവേപ്പില ഇടുമ്പോ പ്രദേശം മുഴുവൻ തെറിക്കും. ഇപ്പൊ ഇതേ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാമേ. പയർ വെന്ത് വരുമ്പോ പതിയെ ചുങ്ങി വരും. ഇത് അപ്പൊ നമുക്കറിയാൻ പറ്റും. ഇതാ നമ്മുടെ പയർ റെഡി ആയിട്ടുണ്ട്. കുറ്റിപ്പയർ തോരൻ, അതിന് പൊളിയം പയർ, കുറ്റിപ്പയർ എന്നൊക്കെ പറയും. പച്ചപ്പയറും ഉണ്ട്, ചുവന്ന പയറും ഉണ്ട്. അധികം പൊങ്ങത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഇഞ്ചി കണ്ടത്തിലൊക്കെ ഇഷ്ടംപോലെ നട്ടുവെച്ച് പിടിപ്പിച്ച് പണ്ടങ്ങനെ ആയിരുന്നു. ഇഞ്ചി കണ്ടത്തിലൊക്കെ നിറച്ച് വേറെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം മുറ്റവും പറമ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയൊരു കൃഷിക്കാരിയായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ച്. ഇപ്പോൾ ചീര ആയാലും എന്തൊക്കെ ആയാലും നമ്മൾ മുറ്റത്തുനിന്ന് പറിച്ചെടുക്കുന്ന ആ ഒരു ഫീലില്ലേ. പണ്ട് ഞാൻ ചീര വാങ്ങിപ്പിക്കില്ലായിരുന്നു കേട്ടോ. കാരണം എനിക്ക് മുറ്റത്തുനിന്ന് പറിച്ച ചീര ഇഷ്ടമുള്ളൂ. ഞാനങ്ങനെ പറിച്ചിട്ടുള്ള ചീരയെ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മുറ്റത്തുനിന്ന് പറിച്ച ചീരയാണെങ്കിൽ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മേടിപ്പിക്കില്ലായിരുന്നു പുറത്തുനിന്ന്. പിന്നെ കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് മേടിക്കാതെ നിവൃത്തിയില്ലല്ലോ, എന്നാൽ അതുകൊണ്ട് മേടിപ്പിക്കും. അതുപോലെ തന്നെയാണ് പയറും ഒക്കെ. നമുക്ക് അത്യാവശ്യം ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തൊക്കെ പച്ചക്കറി നട്ടുവെക്കാവോ അതൊക്കെ നട്ടുവെച്ചിട്ട് ഫ്രഷായിട്ട് പറിച്ച് കറി വെക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുക.